ഒരാഴ്ചയോളം നീണ്ടുനിന്ന ഓണം വാരാഘോഷത്തിന് തലസ്ഥാനത്ത് നിന്ന് സമാപനം. സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമാപന ഘോഷയാത്രയുടെ ഭാഗമായി കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 3 മുതൽ നഗരത്തിൽ തുടങ്ങിയ ഓണാഘോഷം. നിശാഗന്ധിയും സെൻട്രൽ സ്റ്റേഡിയവും പൂജപ്പുര മൈതാനവും അടക്കം 33 വേദികൾ, 10,000-ലധികം കലാകാരന്മാർ. തലസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യാവിഷ്കാരങ്ങൾ, ദീപാലങ്കാരങ്ങൾ. ഇനി ഓണാഘോഷങ്ങൾക്ക് കൊട്ടിക്കലാശം. സമാപന സാംസ്കാരിക ഘോഷയാത്ര വൈകുന്നേരം വെള്ളിയമ്പലത്ത് നിന്ന് ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. മണിക്കൂറുകൾ തലസ്ഥാന നഗരി താളലയത്തിൽ അമരും. കലാകാരന്മാരും വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ചുള്ള 60-ലധികം ഫ്ലോട്ടുകളും ഘോഷയാത്രയിൽ അണിനിരക്കും. 10 ലക്ഷം ആൾക്കാർ ഈ ഘോഷയാത്ര കാണാൻ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വരെ ഉള്ള പോലീസിന്റെ കണക്കെടുത്താൽ 33 കേന്ദ്രങ്ങളിലായിട്ട് 15 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ പല ഘട്ടങ്ങളിലായിട്ട് കണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഓരോ വർഷവും കഴിയുന്തോറും കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാനും കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താനും ഒക്കെ തന്നെ തോന്നുമല്ലോ. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പൂക്കാവടി, ബാൻഡ് മേളം, ആഫ്രിക്കൻ ബാൻഡ്, തെയ്യം, ഓണപ്പൊട്ടൻ, അങ്ങനെ ഘോഷയാത്രയിലുണ്ടാവുക കണ്ണിനിമ്പമുള്ള നിരവധി കാഴ്ചകൾ. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള ഗ്രാമീണ കലാരൂപങ്ങളും ശ്രദ്ധ നേടും. ഇതോടെ തലസ്ഥാനത്ത് അടുത്ത ഓണക്കാലത്തിനുള്ള കാത്തിരിപ്പ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.